നിങ്ങളുടെ ഫോണിനെ ടെക്നിക്കലി സ്ലോ ആക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കറക്റ്റാണ്, പറഞ്ഞുതരാം. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് കുറേ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ചുമ്മാ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഈ ഫീച്ചേഴ്സ് ചില സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരവുമാണ്, ചില സമയത്ത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ അകത്ത് ഒരു സ്നാപ്ഡ്രാഗൺ ജെൻ 2 പ്രോസസ്സറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ അകത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഗൂഗിൾ പ്ലേ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ബഡ്ജറ്റ് ഫോണ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണാണ്, അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് താഴോട്ടുള്ള പെർഫോമൻസ് ഭയങ്കര കാര്യമായിട്ടില്ലാത്തൊരു ഫോണാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലില്ലേ, ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സെറ്റിംഗ്സിൽ പോയിട്ട് ജനറൽ എടുക്കുക. ജനറൽ എടുത്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് വല്ലപ്പോഴും ഒരു 3 മാസത്തിനിടയ്ക്ക് ഒരു വട്ടോ അല്ലെങ്കിൽ 1 മാസത്തിനിടയ്ക്ക് ഒരു വട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആർക്കൈവ് ചെയ്തിടും. ഈ ആർക്കൈവ് ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ ഫോണിൻ്റെ ആപ്പ് ഡ്രോവറിൻ്റെ അകത്ത് ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസും കൂടും. ഇതിൻ്റെ ഇടയിൽ വേറൊരു ഫീച്ചറുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഫീച്ചർ ഓൾറെഡി എനേബിൾഡ് ആയിട്ട് കിടക്കുന്നതാണ്. നിങ്ങൾ അത് ഡിസേബിൾ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചറിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ആപ്പ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുക. ഞാനിപ്പോൾ ചെയ്തതുപോലെ ഡിസേബിൾ ചെയ്യുക. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയ ഉടനെ ഏതൊക്കെ ഭാഗത്താണ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾ തൊട്ട് നോക്കുന്നത്, ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ കൂടുതലായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ ഫോണിൽ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഗൂഗിളിലേക്ക് അയച്ചു കൊടുക്കും ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്തൊക്കെ വള്ളികൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എന്തൊക്കെ പരിപാടികൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഹിസ്റ്ററി ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്തും കാണാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ജനറൽ സെറ്റിംഗ്സിലേക്ക് പോവുക. ജനറൽ സെറ്റിംഗ്സിൻ്റെ അകത്ത് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഹിസ്റ്ററി നിങ്ങൾ പുതിയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്യുക. ജസ്റ്റ് വീണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ജനറൽ എടുക്കുക. ജനറൽ എടുത്തതിന് ശേഷം ഗൂഗിൾ പ്ലേ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഗ്രേഡ് വെബ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ഡിസേബിൾ ചെയ്ത് വെക്കുക. ആക്ച്വലി ഇതെന്താണ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് നോളജ് എനിക്കില്ല. പക്ഷേ ഈ ഒരു ചെറിയൊരു ഫീച്ചർ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ട് ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ഫോണിന്റെ അകത്തുള്ള പല ആപ്പിന്റെയും ഡേറ്റ ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പിന്റെ ഡെവലപ്പേഴ്സ് പുതിയ വേർഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പുതിയ വേർഷനിൽ ചിലപ്പോൾ ബഗ്ഗുകൾ ഉണ്ടാവുകയും നമ്മുടെ ഫോണിന്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ വേർഷൻ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ട് ഒരു ആപ്പിന്റെ പുതിയ വേർഷൻ വരുന്ന സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു പുതിയ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ആ ഒരു വേർഷനിലുള്ള ബഗ് കാരണം നമ്മുടെ ഡേറ്റാസ് ലീക്കായി പോവുകയും അത് പല ആളുകളുടെ കയ്യിൽ എത്തുകയും ചെയ്യാറുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ പറ്റും. പ്ലേ സ്റ്റോർ വേർഷൻ നമ്പറിൽ നമ്മൾ 7 തവണ ക്ലിക്ക് ചെയ്യുക. 7 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ മോഡ് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് എനേബിൾ ആവും. എന്നിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എടുക്കുക. എന്നിട്ട് ജനറൽ എടുക്കുക. ജനറൽ എടുത്തതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം എനേബിൾ ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ആ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. അവിടെ ഇന്റേണൽ ആപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ കാണാൻ പറ്റും. ഇത് എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുക. അതിനെ ഡിസേബിൾ ചെയ്യുക. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ
ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഈ പ്ലേ പ്രൊട്ടക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കി നമുക്കറിയാവുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തും ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ അകത്ത് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് ആണ് ഫോണിൻ്റെ അകത്തുള്ള ആപ്പ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. ചില ഫോണിൻ്റെ അകത്ത് സാംസങ് ഫോണുകൾക്ക് സാംസങ്ങിൻ്റേതായിട്ടുള്ള ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് സിസ്റ്റം ഉണ്ട്. അതായത് ആപ്ലിക്കേഷൻസിനെ മൊത്തം സ്കാൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്പ് സ്കാനിങ് ഫീച്ചർ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ബാക്കപ്പ്, അതായത് ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എങ്ങനെയാണ് പുതിയ ആപ്ലിക്കേഷൻസും ഗെയിമുകളെല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ബട്ടണിൽ പോവുക. സെർച്ച് ബട്ടണിൽ പോയതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റേസിംഗ് ഗെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. റേസിംഗ് ഗെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, റേറ്റിംഗ് കൊടുത്ത് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയത് വേണമെന്നുണ്ടെങ്കിൽ പുതിയത് കൊടുത്ത് നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ റേറ്റിംഗും വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്യാറ്. അങ്ങനെ റേറ്റിംഗും വെച്ച് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമുകൾ, ഏറ്റവും പുതിയതായിട്ടുള്ള ഗെയിമുകൾ മാത്രമേ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുള്ളൂ. ആ സമയത്ത് നല്ല നല്ല ഗെയിമുകളും ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.